തോമാശ്ലീഹായുടെ പ്രേഷിത പ്രവർത്തനത്താൽ രൂപം കൊണ്ട നിരണം ക്രൈസ്തവ സമൂഹത്തിന്റെ പൈതൃകങ്ങൾ തേടിയുള്ള ഷെഖേന ന്യൂസിന്റെ യാത്ര. AD 52 കേരളത്തിലെത്തിയ ക്രിസ്തുശിഷ്യനായ തോമാശ്ലീഹ ഇവിടെ 7 ക്രൈസ്തവ സമൂഹങ്ങൾക്ക് രൂപം നൽകി. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നിരണം ക്രൈസ്തവ സമൂഹം. ഇന്ന് പ്രധാനമായും 3 ക്രൈസ്തവ സമൂഹങ്ങൾ ചേർന്നാണ് തോമാശ്ലീഹായുടെ നിരണം പൈതൃകം സംരക്ഷിച്ചു പോരുന്നത്. ആ പൈതൃകങ്ങളിലേക്ക് നമുക്ക് പോകാം. ക്രിസ്തുശിഷ്യനായ തോമാശ്ലീഹ AD 52 ഈ കടവിൽ വന്നിറങ്ങിയെന്ന് എല്ലാ ക്രൈസ്തവ സമൂഹങ്ങളും ഒരുപോലെ വിശ്വസിച്ചു അംഗീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ കടവിനെ തോമാക്കടവ് എന്ന് വിളിച്ചു പോരുന്നു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കീഴിലാണ് ഈ സ്ഥലം ഇന്ന്. കടവിനോട് ചേർന്ന് തന്നെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ഒരു ചെറിയ ദേവാലയം നിർമ്മിച്ചിട്ടുണ്ട്. ദൈവാലയത്തിന്റെ മധുബഹായുടെ പിന്നിൽ നിന്നും നേരെ കടവിലേക്ക് ഇറങ്ങുവാൻ സാധിക്കും. തോമാക്കടവിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചരിത്ര പണ്ഡിതനും മാർത്തോമാ സഭയിലെ സീനിയർ വൈദികനുമായ റവറൻ ഫാദർ സണ്ണി ജോർജ് ഷെഖേന ന്യൂസിനോട് പറഞ്ഞു. മാർത്തോമാസ് ശ്ലീഹയുടെ ആഗമനത്തെക്കുറിച്ച് പറയുമ്പോൾ നാം എല്ലാം സ്വീകരിക്കുന്നത് AD 52 തന്നെ മാർത്തോമാസ് ശ്ലീഹ കേരളത്തിലും എത്തി എന്നുള്ളതാണ്. കൊടുങ്ങല്ലൂർ മലങ്കര എന്ന സ്ഥലത്ത് വന്നിറങ്ങുന്നു. അന്ന് കൊടുങ്ങല്ലൂരിൽ നിന്ന് കൊല്ലം വരെ ഒരു വെള്ളത്തിൽ കൂടെ ഗതാഗതം സാധ്യമാകുന്ന നീർച്ചാലുകളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ നദി അങ്ങനെയുള്ള യാത്രാ ചാലിനടുത്താണ് ഈ പള്ളികളൊക്കെ നമുക്ക് നോക്കുമ്പോൾ അല്ലെ ഒരു ക്രിസ്തീയ സമൂഹം ഉണ്ടായി വന്നത് എന്ന് നമ്മൾ ഒക്കെ കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് നിരണത്തും വരുവാനായിട്ട് ഇടയായിത്തീർന്നത്. നിരണത്ത് എല്ലാവരും വിശ്വസിക്കുന്നതും കരുതുന്നതും തോമത്ത് കടവിലാണ് തോമാശ്ലീഹ ചെറിയ പായ്ക്കപ്പലിൽ വന്ന് ഇറങ്ങിയെന്നാണ്. അവിടെയുള്ള ഒരു ചാലുണ്ട്, അതിൻ്റെ കോട്ടച്ചാലെന്നാണ് പറയുന്നത്. ഞങ്ങളുടെയൊക്കെ ബാല്യകാലത്ത് ഈ കോട്ടച്ചാലിൻ്റെ അതുവഴി നടക്കാൻ അനുവദിക്കത്തില്ല, കാരണം വലിയ ആഴമാണ്. അതുകൊണ്ട് പിള്ളേർ വല്ലതും പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആഴത്തെ പേടിച്ച് അതുവഴിയൊക്കെ യാത്ര ചെയ്യാൻ പേരൻസ് അനുവദിച്ചിട്ടില്ല. അവിടെയാണ് നമ്മൾ ഒരു തോമസ് ടവർ എക്യുമെനിക്കലായിട്ട് എല്ലാവരും കൂടെ സ്ഥാപിച്ചത്. അത് ഓർത്തഡോക്സ് സഭയിലെ KV വർഗീസ് സാറാണ് ആ പ്രോജക്റ്റിന് കൺവീനറായി പ്രവർത്തിച്ച്. അദ്ദേഹം നിരണം സെൻറ് മേരീസ് ഹൈസ്കൂളിലെ മലയാളം അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് തോമത്ത് കടവിൽ ആ സെൻറ് തോമസ് ടവർ സ്ഥാപിക്കാനായിട്ട് ഇടയായിത്തീർന്നത്. അന്ന് മുതൽ തന്നെ പറയുന്നുണ്ട്, നിരണം യെരുശലേം പള്ളി ഇരിക്കുന്ന ഇടത്താണ് ആദ്യകാലത്ത് ക്രിസ്തീയ ആരാധനാലയവും ഒരു കുരിശും സ്ഥാപിക്കപ്പെട്ടതാണ്. അത് IC ചാക്കോ അദ്ദേഹത്തിൻ്റെ സെൻറ് തോമസ് സ്ഥാപിച്ച പള്ളികളെക്കുറിച്ച് എഴുതിയ ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനത് വായിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയാൻ കാരണം ജിയോളജി മണ്ണിൻ്റെ ഘടന അനുസരിച്ച് നോക്കുമ്പോൾ ഏറ്റവും എലിവേറ്റഡ് സ്പേസ് നിരണം ത്തുള്ളത് ഈ നിരണം യെരുശലേം പള്ളി ഇരിക്കുന്നു, തൃക്കുവാലേശ്വരം ക്ഷേത്രം ഇരിക്കുന്ന ആ ഒരു ബെൽറ്റാണ്. തൃക്കുവാലേശ്വരം ടെമ്പിള് ശിവക്ഷേത്രമാണ്, പ്രാചീന ക്ഷേത്രമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രാചീന ക്ഷേത്രത്തിൻ്റെയും പ്രാചീന ഘടകങ്ങളുടെയും മധ്യേ മതസംവാദങ്ങൾ, വളരെ പോസിറ്റീവായിട്ടുള്ള മതസൗഹാർദ്ദ സംവാദങ്ങൾ തീർച്ചയായിട്ടും നടന്നിട്ടുണ്ട്. അത് മാത്രമല്ല ഈ കച്ചവടം പ്രൊമോട്ട് ചെയ്യാനായിട്ട്, സ്പൈസസ് മറ്റൊക്കെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് യഹൂദന്മാരുമായിട്ട് ബന്ധപ്പെട്ടവരും അരാമ്യ ഭാഷ അറിയാവുന്നവരുമായിട്ടുള്ള സെറ്റിൽമെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അവർ താമസിച്ചാണ് ഈ സാധനങ്ങൾ കളക്ട് ചെയ്യുകയും അത് ഈ ചെറിയ പായ്ക്കപ്പലിൽ കൂടെ വലിയ പായ്ക്കപ്പലിലേക്ക് അത് കയറ്റിക്കൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന കമ്മ്യൂണിറ്റി ആദ്യമായിട്ട് തന്നെ ഇവിടെയാണ്. അത് സെൻറ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയും എല്ലാവരും സ്വീകരിക്കുന്ന നിലപാടാണ്. അത് കഴിഞ്ഞ് ഇവിടെ നാട്ടി എന്ന് കരുതപ്പെടുന്ന കുരിശ് എങ്ങനെയോ വെള്ളത്തിൽ വീഴുകയും അത് അടിഞ്ഞ സ്ഥലമാണ് ഇപ്പോൾ സെൻറ് മേരീസ് ഓർത്തഡോക്സ് സഭ നിൽക്കുന്ന ആ സ്ഥലം. ഇതെല്ലാം പ്രാചീനമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഇടങ്ങളാണ്. പ്രാചീനമായി ജനങ്ങൾ തമ്മിൽ ഒത്തൊരുമയോടെ വസിക്കുന്ന ആ ജനങ്ങളുമാണ്. ഇതിൽ നിന്ന് വിട്ടുള്ള ഒരു പള്ളി, ഈ നദീ മാർഗത്തിൽ നിന്ന് വിട്ടുള്ള ഒരു പള്ളി അപ്പോസ്തലനായ തോമസ് സ്ഥാപിച്ചു എന്ന് പറയുന്നത് നിലയ്ക്കൽ പള്ളിയാണ്.
അതിന് വേറൊരു ചരിത്രമാണ്. കാരണം മധുരൈ രാജാക്കന്മാരുടെ പോർട്ടായിരുന്നു ആലപ്പുഴ പോർട്ട് അന്ന് ഉണ്ടായിരുന്നു. നമുക്കറിയാം വെനീസ് ഓഫ് ദ ഈസ്റ്റ് എന്നാണല്ലോ ആലപ്പുഴ പോർട്ടിനെ ഒരു കാലത്ത് പറഞ്ഞുകൊണ്ട് ആലപ്പുഴയെ ഒരു കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ വന്ന് തമ്പടിച്ച് അവരൊരു ഹൈവേ പ്ലേസാണ് നിലയ്ക്കൽ. അപ്പോൾ തീർച്ചയായും വ്യാപാരികൾ വന്ന് തമ്പടിക്കുകയും അവരവിടെ താമസിക്കുകയും ഇതുപോലെ അന്നത്തെ റിലീജിയസ് മാർക്കറ്റിംഗ് പ്ലേസ് എന്ന് പറയുന്നത് വെറും വ്യാപാര കേന്ദ്രങ്ങൾ മാത്രമല്ല, മതപരമായ സംവാദങ്ങൾ, സ്നേഹ സംവാദങ്ങൾ ഒക്കെ നടന്നിരുന്ന സ്ഥലമാണ്. അത് നിലയ്ക്കലും അതിൽ ആ കാലത്തും പ്രശസ്തമായ സ്ഥലമാണ്. പ്രത്യേകിച്ചും മധുര രാജാക്കന്മാർ ഈ സ്കോളേഴ്സ് തമ്മിലുള്ള സംവാദത്തെ പരിപോഷിപ്പിച്ചിട്ടുള്ളവരാണ്, പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളവരാണ്. അതുകൊണ്ട് തീർച്ചയായും ഈ സംവാദങ്ങളൊക്കെ നടക്കുകയും കുറച്ചു പേർ ആകർഷമായിട്ട് ഈ മതത്തിലേക്ക് അന്ന് സ്വീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നേർക്കടവ്. ഈ കടവിൽ വെച്ചാണ് തോമാശ്ലീഹ നിരണത്ത് ആദ്യമായി ക്രിസ്തുവിൽ വിശ്വസിച്ചവർക്ക് മാമോദീസ നൽകിയത്. കടവിനോട് ചേർന്ന് തന്നെ സ്ഥിതി ചെയ്യുന്ന ജെറുസലേം മാർത്തോമ പള്ളിയുടെ കീഴിലാണ് ഈ സ്ഥലം ഇന്ന്. തോമാശ്ലീഹ സ്നാനപ്പെടുത്തിയ 5 കുടുംബങ്ങളുടെ പേരാണ് ഉള്ളത്. പട്ടമൂക്കൽ, തൈയില്, മാങ്കി, മാളിയക്കൽ, ഇങ്ങനെ 5 കുടുംബങ്ങളെക്കുറിച്ചാണ് തോമാശ്ലീഹ സ്നാനപ്പെടുത്തിയവരുടെ ലിസ്റ്റിൽ പറയുന്നത്. അത് നേർകടവാണ്. നേർകടവെന്ന് പറയുന്നത് യെരുശലേം പള്ളിയോട് ചേർന്നുള്ള കടവാണ് നേർകടവെന്ന് പറയുന്നത്. അവിടെ വെച്ചാണ് തോമാശ്ലീഹ സ്നാനപ്പെടുത്തിയതെന്ന് എല്ലാ ചരിത്രകാരന്മാരും എല്ലാവരും അത് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അവിടെ അടുത്താണ് ഇപ്പോൾ യെരുശലേം മാർത്തോമ ഇടവക ഒരു ഗേറ്റൊക്കെ സെന്റ് ആഗമനം അത് സൂചിപ്പിക്കുന്നതിനായി പുതിയ പള്ളി പണിഞ്ഞതിൻ്റെ 100 വർഷമായപ്പോൾ 2006 അതിനെക്കുറിച്ച് ആലേഖനം ചെയ്ത ഗേറ്റൊക്കെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. നിരണത്തെ ക്രൈസ്തവ സമൂഹം ആദ്യമായി ദൈവാരാധന നടത്തിയിരുന്ന സ്ഥലം മാർത്തോമ പള്ളിയായിരിക്കുന്ന സ്ഥലമാണെന്നും പിന്നീട് ഇപ്പോൾ ഓർത്തഡോക്സ് വലിയ പള്ളിയായിരിക്കുന്ന സ്ഥലത്തേക്ക് ദൈവാലയം മാറ്റിയതിനെക്കുറിച്ചും ദൈവനിയോഗം പോലെ തന്നെ ആദ്യത്തെ സ്ഥലം മാർത്തോമ സഭയ്ക്ക് പള്ളി പണിയാൻ ലഭിച്ചതിനെക്കുറിച്ചും സണ്ണിയച്ചൻ പറയുന്നു. പുതിയ പള്ളി പണിയുവാനായി ഈ സ്ഥലം വാങ്ങി അതിന് പള്ളിക്കുള്ള ഫൗണ്ടേഷൻ എടുത്തപ്പോഴാണ് ഇപ്പോൾ യെരുശലേം പള്ളിയുടെ മധുവയലുടെ ചേർന്നുള്ള അവിടെ അതിൻ്റെ വാനം തോണ്ടിയപ്പോഴാണ് വെട്ടുകല്ലുകൊണ്ടുള്ളൊരു കുരിശ് കണ്ടു. അത് കണ്ട കൂട്ടത്തിൽ സഖറിയാസ് മാർ തിയോഫിലോസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത പിതാവ് അന്ന് 7ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അദ്ദേഹം ഒരു രേഖയിൽ എൻ്റെ എഴുതി തന്നിട്ടുണ്ട്. അത് വാനം തോണ്ടിയപ്പോൾ ഞങ്ങൾ പിള്ളേരെല്ലാം ഇതറിഞ്ഞ് കൂടി വന്നു. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ ഈ കുരിശ് കണ്ട്. അതുകൊണ്ട് തീത്തൂസ് 1 തിരുമേനി പള്ളിയുടെ അടിസ്ഥാന ശില സ്ഥാപിക്കാൻ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, അപ്പോസ്തലനാൽ സ്ഥാപിക്കപ്പെട്ട ശില ഉള്ളപ്പോൾ ഞാൻ ഒരു പകരം ശില സ്ഥാപിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞ് അതിനെ തന്നെ വാഴ്ത്തിയാണ് ഈ പള്ളിയുടെ പണി ആരംഭിച്ചത്. 1979 ഇതിനെ രേഖപ്പെടുത്തുന്ന ഫലകം വെക്കണം എന്ന് അന്നത്തെ മെത്രാപ്പൊലീത്തയായിരുന്ന അലക്സാണ്ടർ മാർത്തോമ തിരുമേനിയോട് ഇടവക്കാരും സീനിയർ പട്ടക്കാരും ഒക്കെ ചെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അവരൊരു വാചകം എഴുതിക്കൊണ്ടുപോയി, ദ ഫൗണ്ടേഷൻ സ്റ്റോൺ ഓഫ് ദിസ് ചർച്ച് ഈസ് ലെയ്ഡ് ബൈ അപ്പോസ്റ്റൽ തോമസ് ശ്ലീഹ ഇൻ AD 52 എന്ന് എഴുതിക്കൊണ്ടുപോയി. തിരുമേനി അത് തിരുത്തി, ഇറ്റ് ഈസ് ട്രഡീഷണലി ബിലീവ്ഡ് ദാറ്റ് ദ ഫൗണ്ടേഷൻ സ്റ്റോൺ ഓഫ് ദിസ് ചർച്ച് ഈസ് ലെയ്ഡ് ബൈ അപ്പോസ്റ്റൽ തോമസ്. അതുകൊണ്ട് അപ്പോസ്റ്റൽ തോമസ് കല്ലിട്ടു എന്നല്ല, ഇറ്റ് ഈസ് ട്രഡീഷണലി ബിലീവ് ദാറ്റ്. കാരണം തിരുമേനി ഒരു വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ അല്ലെങ്കിൽ തികച്ചും ഉറപ്പില്ലാത്ത ഒരു കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയുന്നത് അദ്ദേഹത്തിന് മനസ്സാക്ഷിക്ക് ചേർന്നതല്ല. അവിടെ അദ്ദേഹം പറഞ്ഞു, ഇറ്റ് ഈസ് ട്രഡീഷണലി ബിലീവ് ദാറ്റ് ദ ഫൗണ്ടേഷൻ സ്റ്റോൺ ഓഫ് ദിസ് ചർച്ച് ഈസ് ലെയ്ഡ് ബൈ അപ്പോസ്റ്റൽ തോമസ് ഇൻ AD 52. അപ്പോൾ പ്രത്യേകം ശ്രദ്ധേയമാണ്. നിരണം ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഇന്നുള്ളതിൽ ഏറ്റവും പുരാതനമായ ഇടവക സമൂഹമാണ് നിരണം ഓർത്തഡോക്സ് വലിയ പള്ളി. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കീഴിലാണ് ഈ ദേവാലയം ഇന്ന്. നിരണം വലിയ പള്ളിയിൽ നിന്നും ആദ്യം വേർപിരിഞ്ഞതും പഴയക്കൂർ സമുദായക സീറോ മലബാർ സഭയുടെ കീഴിലുള്ളതുമായ ഏറ്റവും പുരാതന ദേവാലയമാണ് ചമ്പക്കുളം ബസലിക്ക പള്ളി. തോമാശ്ലീഹായിൽ നിന്നും വിശ്വാസം സ്വീകരിച്ച് നിരണത്ത് നിന്ന് ഉത്ഭവിച്ച കുട്ടനാട്ടിലെ അതിപുരാതന ദേവാലയമാണ് ഇന്ന്
ചമ്പക്കുളം സെൻറ്റ് മേരീസ് ബസിലിക്ക എന്നറിയപ്പെടുന്ന കല്ലൂർക്കാട് ചമ്പക്കുളം ദേവാലയം. ഇവിടെ ദേവാലയം അതിൻ്റെ ആദ്യത്തെ ദേവാലയം AD 427 പണിത് എന്നുള്ളതാണ് പൊതുവിൽ പരക്കെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. AD 427 ഡിസംബർ 28 ചമ്പക്കുളം കല്ലൂർക്കാട് പ്രദേശത്ത് പള്ളിക്ക് കല്ലിട്ടു കുഞ്ഞു പൈതങ്ങളുടെ തിരുനാളിൽ എന്നാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുക. AD 427 ദേവാലയം പണിയണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ക്രിസ്ത്യൻ മൈഗ്രേഷൻ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അതിനു മുൻപേ ഇവിടെ ഉണ്ടായിരുന്നിരിക്കണം. അതെത്ര നാൾ ഇവിടെ അതിനു മുമ്പേ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതിന് കൃത്യമായ ധാരണകൾ നമുക്കില്ലെങ്കിലും നമുക്ക് ഏതാണ്ട് ഒരു AD 400 എങ്കിലും ക്രിസ്ത്യാനികൾ ഈ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് അനുമാനിക്കാവുന്നതാണ്. ഈ അനുമാനം വെറുതെ ഒരു വിഷ്വൽ തിങ്കിങ്ങിൽ നിന്നല്ല. കാരണം കല്ലൂർക്കാട് എന്ന് പറയുന്ന ഈ പ്രദേശം അന്ന് വലിയ ഒരു വാണിജ്യ കേന്ദ്രമായിരുന്നു. കിഴക്കൻ പ്രദേശങ്ങളിൽ നിന്നുള്ള തടി ആറ്റിലൂടെ കൊണ്ടുവന്ന് അതുപോലെ മറ്റ് സാധനങ്ങളെല്ലാം ഇത് ഒരു ഡിപ്പോയായി ഇവിടെ സ്റ്റോർ ചെയ്തിട്ട് ഇവിടെ നിന്നും ജലമാർഗം പുറക്കാട്ടേക്ക് കൊണ്ടുപോകാനുള്ള സൗകര്യം ഉള്ളതായിട്ട് നമുക്കറിയാം. അപ്പോൾ പുറക്കാടായിരുന്നു അന്നത്തെ പോർട്ട്. അവിടെ കപ്പലുകൾ അടുത്തുകൊണ്ടിരുന്ന വാണിജ്യം നടന്നുകൊണ്ടിരുന്ന ഒരു ട്രേഡ് സെൻ്ററായിരുന്നു പുറക്കാട്. ആലപ്പുഴയൊന്നും അന്ന് ചിത്രത്തിലില്ല. ആലപ്പുഴയൊക്കെ പിന്നീടാണ് ഡെവലപ്പ് ചെയ്തു വന്നത്. അപ്പം ഈ ആദിമ നൂറ്റാണ്ടുകളിൽ ഇവിടെ സാധനങ്ങൾ കിഴക്ക് നിന്നും മറ്റ് ഭാഗങ്ങളിൽ നിന്നുമൊക്കെ ജലമാർഗം ആറ്റിലൂടെ പമ്പയാറിൻ്റെ തീരത്താണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. ആറ്റിലൂടെ കൊണ്ടുവന്ന് ഈ പ്രദേശത്ത് സ്റ്റോർ ചെയ്തിട്ട് ഇവിടെ നിന്ന് പിന്നീട് ജലമാർഗം കപ്പലിലേക്ക് യൂറോപ്പിലേക്കും മറ്റ് പേർഷ്യയിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും കൊണ്ടുവന്ന ഒരു പതിവായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ബസ്ലിംഗ് സെൻറ്റർ, അതായത് ധാരാളം ആൾക്കാർ ബിസിനസ് നടന്നൊരു സെൻ്ററാണ്. അപ്പോൾ ക്രിസ്ത്യാനികൾ സ്വാഭാവികമായിട്ടും കച്ചവടത്തിനായിട്ട് പല സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ വന്നിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത് ഇവിടുത്തെ ഭൂരിഭാഗം ക്രൈസ്തവ സമൂഹം നിരണത്ത് നിന്ന് ആദ്യമായിട്ട് പിരിഞ്ഞ് നിരണത്ത് നിന്ന് ചമ്പക്കുളം ഈ കല്ലൂർക്കാട് പ്രദേശത്ത് വന്ന് താമസം ഉറപ്പിച്ചു. അതിനുശേഷം മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ക്രിസ്ത്യാനികൾ ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പരക്കെ ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. നിരണം തോമാസ് ലീഹായുമായിട്ട് ബന്ധപ്പെട്ട പള്ളിയാണ്. തോമാസ് ലീഹയുടെ 7 പള്ളിയിൽ ഒന്നാണ് നിരണം പള്ളി. തോമാസ് ലീഹ വന്ന് സ്ഥാപിച്ച ആ സമൂഹത്തിൽ നിന്നും ആദ്യമായി ഒരു സമൂഹം ജനിക്കുന്നത് ചമ്പക്കുളത്താണെന്നാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുക. അത് അന്ന് ജലമാർഗം പമ്പയാറ് വഴി ഇവിടെ എത്താൻ വളരെ എളുപ്പമാണ്. ഇവിടുന്ന് 20 കിലോമീറ്റർ അതിന് താഴെയുള്ള ഒരു പ്രദേശമാണ് നിരണം. അപ്പോൾ ഈ നിരണവുമായിട്ട് ഒരു പുക്കൽക്കുടി ബന്ധം ഈ കല്ലൂർക്കാട് ചമ്പക്കുളം ക്രിസ്ത്യൻ സമൂഹത്തിന് ഉണ്ടെന്നുള്ളത് ഒരു ചരിത്ര വസ്തുത തന്നെയാണ്. പിന്നീട് AD 427 ഡിസംബർ 28 ആദ്യത്തെ പള്ളിക്ക് ശിലാസ്ഥാപനം നടത്തുകയും അന്ന് മുതലായി ഒരു ആരാധനാ സമൂഹം, ഒരു ക്രിസ്ത്യൻ ആരാധന സമൂഹം ഇവിടെ വളർന്നു വന്നതായിട്ടാണ് ചരിത്രങ്ങളിൽ നമുക്ക് മനസ്സിലാകുക. ഇപ്പോഴിരിക്കുന്ന പള്ളി ഒരു 200-250 വർഷത്തോളം പഴക്കമുള്ള ദേവാലയമാണ്. അതിന് ഇടയിൽ ധാരാളം ദേവാലയങ്ങൾ, ഒരു 10-12 ദേവാലയങ്ങളെങ്കിലും ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പം അങ്ങനെ അതിപുരാതനമായ ഒരു പാരമ്പര്യം AD 427 5-ാം നൂറ്റാണ്ടിലേക്ക് അല്ലെങ്കിൽ 4-ാം നൂറ്റാണ്ടിലേക്ക് തന്നെ ഡേറ്റ് ബാക്ക് ചെയ്യുന്ന ഒരു പാരമ്പര്യം ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിനുണ്ട്. ആ സമൂഹം തോമാസ് ലീഹായുടെ നിരണവുമായി അഭേദ്യമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ക്രൈസ്തവ സമൂഹം തന്നെയാണ്. മാർത്തോമ ക്രിസ്ത്യാനികളുടെ ഇടയിലുണ്ടായ പിളർപ്പ് അവരെ 7ഓളം ക്രൈസ്തവ സഭകളിലാക്കി. അതിൽ തന്നെ ആരാധനക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ തോമാസ് ലീഹായിൽ ലഭിച്ച പൗരസ്ത്യ സുറിയാനി ആരാധനക്രമം ഉപയോഗിക്കുന്നവരെ പഴയക്കൂർ സമുദായമെന്നും അന്ത്യോക്യൻ പാരമ്പര്യം സ്വീകരിച്ചവരെ പുത്തൻകൂർ സമുദായമെന്നും ചരിത്രത്തിൽ വിളിച്ചുപോന്നു.
നിരണത്തെത്തുന്ന പഴയക്കൂർ സമുദായത്തിലെ, അതായത് ഇന്നത്തെ സീറോ മലബാർ സഭ അംഗങ്ങൾക്ക് ലഭിച്ച പൗരസ്ത്യ സുറിയാനി ആരാധനക്രമത്തിൽ ബലിയർപ്പിക്കുവാൻ ഒരിടം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നിരണം സീറോ മലബാർ തീർത്ഥാടന കേന്ദ്രത്തിന്റെ സ്ഥാപനം. തോമാശ്ലീഹായുടെ നിരണം പൈതൃകം ഉൾക്കൊള്ളുന്ന 3 ക്രൈസ്തവ ദേവാലയങ്ങളുടെ മാതൃകകളും അവയോട് ചേർന്നുള്ള ചരിത്രവും ഇവിടെ ഒരു മ്യൂസിയമായി ഒരുക്കിയിട്ടുണ്ട്. വിശ്വാസം പകർന്നു കിട്ടിയ ഇടത്തുവെച്ച് തന്നെ വിശ്വാസ പരിശീലനം എന്ന ഉദ്ദേശത്തോടുകൂടി ഈ തീർത്ഥാടന കേന്ദ്രത്തോട് ചേർന്ന് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മൈനർ സെമിനാരിയും പ്രവർത്തിക്കുന്നു. ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വിശ്വാസത്തിൽ നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹയുടെ പാദസ്പർശനമേറ്റ നിർണത്ത് തോമാസ് ശ്ലീഹയുടെ ഭാരതപ്രവേശനത്തിൻ്റെ 1950 വാർഷികത്തോട് അനുബന്ധിച്ച് 2002 ഒക്ടോബർ 28 സീറോ മലബാർ സഭയുടെ സജീവ സാന്നിധ്യം ആരംഭിച്ചു. നിരണം ചങ്ങനാശ്ശേരി അതിരൂപതയെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള സ്ഥലമാണ്. കുട്ടനാടിൻ്റെ വിശ്വാസത്തിൻ്റെ കേന്ദ്രമായ ചമ്പക്കുളം നിർണത്തുനിന്ന് വേർപിരിഞ്ഞിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ ചങ്ങനാശ്ശേരി കത്തീഡ്രൽ ദേവാലയവും സമൂഹവും നിർണത്തുനിന്ന് വേർപിരിഞ്ഞിട്ടുള്ളതാണ്. 2005 ജൂലൈ 3 ഇറ്റലിയിലെ ഒർത്തോണയിൽ നിന്ന് തോമാസ് ശ്ലീഹയുടെ തിരുശേഷിപ്പ് ഈ ദേവാലയത്തിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. അന്നു മുതൽ ഇന്ന് വരെ എല്ലാ വർഷവും യുവദീപ്തി SMIന്റെ നേതൃത്വത്തിൽ ഈ ദേവാലയത്തിലേക്ക് എല്ലാ പള്ളികളിൽ നിന്നും, ചങ്ങനാശ്ശേരി അതിരൂപതയുടെ എല്ലാ പള്ളികളിൽ നിന്നും തീർത്ഥാടനം നടത്തുന്നു. ഇത് ഒരു തീർത്ഥാടന കേന്ദ്രത്തോടൊപ്പം തന്നെ ഒരു സെമിനാരിയും കൂടിയാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മൈനർ സെമിനാരിയുടെ ഭാഗമായിട്ട് 4ാം വർഷ സെമിനാരി വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്ന കേന്ദ്രം. 4ാം വർഷം കൂടുതൽ പ്രാർത്ഥനയ്ക്കും അധ്വാനത്തിനും പഠനത്തിനുമെല്ലാം പ്രാധാന്യമുള്ള വർഷമാണ്. സെമിനാരിക്കാർ അവരുടെ ദൈവവിളി കൂടുതൽ ആഴത്തിൽ വിവേചിച്ച് അറിയുന്ന വർഷമാണ്. ഇന്ന് പ്രധാനമായും ഓർത്തഡോക്സ്, മാർത്തോമ, സീറോ മലബാർ സഭകളിലായി വ്യാപിച്ചു കിടക്കുന്നതാണ് മാർത്തോമാ ശ്ലീഹായുടെ നിരണം പൈതൃകങ്ങൾ. ചരിത്രം തങ്ങളെ പലതായി പിളർത്തിയെങ്കിലും പിളരാത്ത വിശ്വാസവുമായി തോമാ മക്കൾ ശ്ലീഹ പകർന്നു നൽകിയ വിശ്വാസ തീക്ഷ്ണതയോടുകൂടി കർത്താവിന് സാക്ഷികളായി ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എത്തിയിരിക്കുന്നു. അതിൻ്റെ തെളിവാണ് കുട്ടനാട്ടിലേക്ക് ക്രൈസ്തവ സമൂഹത്തിൽ നിന്നും ദൈവമുയർത്തിയ വിശുദ്ധ ചാവറച്ചനെയും പുത്തൻപറമ്പിൽ തൊമ്മച്ചനെയും പോലുള്ള വിശുദ്ധ ജീവിതങ്ങൾ.